ഹായ് വെൽക്കം ടു എവരി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂട്യൂബ് ബ്രാൻഡ് ചാനൽ അക്കൗണ്ട് എങ്ങനെ മാനേജ് ചെയ്യാം, അതുപോലെ ബ്രാൻഡ് അക്കൗണ്ട് ഓണർഷിപ്പ് ജിമെയിൽ ഐ ഡികൾ ഉപയോഗിച്ചുകൊണ്ട് മറ്റു വ്യക്തികളിലേക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നുള്ളതാണ് നമുക്കിന്ന് വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത്. ഇവിടെ ഇപ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്ന ജിമെയിൽ ഐ ഡി ഉപയോഗിച്ച് സൈൻ ഇൻ ചെയ്തിരിക്കുന്ന യൂട്യൂബിൽ ഞാനൊരു ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഇവിടെ എങ്ങനെയാണ് നമ്മളൊരു മാനേജറെന്നോ ഓണറെന്നോ കൊടുത്തുകൊണ്ട് ഈ മെയിൽ ഐ ഡിയിലേക്ക് ഒരു ചാനൽ കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഏത് ജിമെയിൽ ഐ ഡിയിലേക്കാണ് മാനേജർ അല്ലെങ്കിൽ ഓണർഷിപ്പ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് ആ മെയിൽ ഐ ഡി ഉപയോഗിച്ച് നിങ്ങൾ ജിമെയിൽ ഓപ്പൺ ചെയ്ത് വയ്ക്കുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് ഒരു വെരിഫിക്കേഷൻ കോഡും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ഇപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന യൂട്യൂബ് ചാനൽ ഒരു ബ്രാൻഡായിട്ടുള്ള യൂട്യൂബ് ചാനലാണ്. നമുക്ക് അതിനെ എങ്ങനെയാണ് ഓണർഷിപ്പ് ഇതിലേക്ക് കൊണ്ടുവരുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നിങ്ങൾ യൂട്യൂബ് ആദ്യം ഓപ്പൺ ചെയ്യുക ഏതെങ്കിലും വെബ് ബ്രൗസറിൽ. അതിനുശേഷം ഈ റൈറ്റ് സൈഡിലായിട്ട് മുകളിൽ കാണുന്ന പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ സെറ്റിംഗ്സ് എന്ന ഭാഗം സെലക്ട് ചെയ്യുക. ഇവിടെ ഇടത് സൈഡിലായിട്ട് കാണുന്ന അക്കൗണ്ട് എന്ന ഇതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുള്ളതെന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം ഈ കാണുന്ന ആഡ് ഓർ റിമൂവ് മാനേജർ എന്നുള്ള ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു വെബ് പേജ് ആയിരിക്കും കിട്ടുന്നത്. ഇതിൽ മാനേജ് പെർമിഷൻസ് എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഈ കാണുന്ന ഇൻവൈറ്റ് ഐക്കൺ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ആരുടെ ജിമെയിൽ ഐ ഡി ആണോ ഓണറായിട്ടോ മാനേജറായിട്ടോ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ മെയിൽ ഐ ഡി വളരെ കറക്റ്റായിട്ട് തന്നെ നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇവിടെ ചേഞ്ച് എ റോൾ എന്ന് കൊടുത്തിട്ടുള്ള ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അവിടെ ഒരു 2 ഓപ്ഷൻ വരുന്നതാണ്, ഒന്ന് ഓണർ ഒന്ന് മാനേജർ. ഇത് രണ്ടിൽ ഏത് ഓപ്ഷൻ വേണമെങ്കിലും നമുക്കിനി ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ മെയിൽ ഐ ഡികളും ഇവിടെ വേണമെങ്കിൽ നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഒന്നിൽ കൂടുതൽ ഓണേഴ്സിനെയും ഒന്നിൽ കൂടുതൽ മാനേജേഴ്സിനെയും ഇവിടെ നമുക്ക് കൊണ്ടുവരാം ഈസി ആയിട്ട്. ഇങ്ങനെ നമ്മൾ ഇൻവൈറ്റ് ബട്ടൺ കൊടുക്കുമ്പോൾ നമ്മൾ ആർക്കാണ് കൊടുത്തത് അവരുടെ ജിമെയിൽ ഐ ഡിയിലേക്ക് ഒരു ഇൻവിറ്റേഷൻ നോട്ടിഫിക്കേഷനായിട്ട് അവിടെ മെയിൽ പോകുന്നതാണ്. ആ മെയിൽ നമ്മൾ ഓപ്പൺ ചെയ്യുക. ഇവിടെ ഈ കാണുന്ന അക്സെപ്റ്റ് ഇൻവിറ്റേഷൻ എന്നുള്ളതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും അക്സെപ്റ്റ് എന്ന് പറയുന്ന ഒരു ഇൻഫർമേഷൻ മെസ്സേജ് വരും. അപ്പോൾ നമ്മൾ വീണ്ടും അത് അക്സെപ്റ്റ് ചെയ്യുക. ഈ അക്സെപ്റ്റ് ചെയ്യുന്നതോടുകൂടി നമ്മൾ ആ ഒരു ചാനലിൻ്റെ മാനേജറായി മാറി എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഓണറായി മാറി എന്നുള്ളതാണ്. ഇവിടെ നമുക്കിപ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്ന ആ ഒരു ചാനലിൻ്റെ ഐക്കണിൽ നമുക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കത് നോക്കാം. നമ്മളിപ്പോൾ യൂട്യൂബ് ആ ചാനൽ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ടാണ്. ഞാൻ റീലോഡ് ചെയ്യുകയാണ് ആ വെബ് ബ്രൗസർ. അതിനുശേഷം ഇവിടെ റൈറ്റ് സൈഡിൽ കാണുന്ന ആ ഒരു പ്രൊഫൈൽ ഐക്കണിൽ നമ്മൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് സ്വിച്ച് അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, എനിക്ക് നേരത്തെ ഇവിടെ ഒരു ചാനൽ ഇല്ലായിരുന്നു, ഇപ്പോൾ എനിക്ക് പുതുതായിട്ട് ഒരു ചാനൽ ഇവിടെ വന്നിട്ടുണ്ട്. ഇങ്ങനെ മെയിൽ ഐ ഡി കൊടുത്തുകൊണ്ട് നമ്മുടെ മറ്റ് ഡിവൈസുകളിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികൾക്കോ നമ്മുടെ ചാനലുകൾ എവിടെ ഇരുന്ന് വേണമെങ്കിലും അവർക്ക് ആക്സസ് ചെയ്യാൻ കഴിയുന്നതാണ്. അവർക്ക് വീഡിയോസ് കാണാം, അതുപോലെ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ചേഞ്ച് ചെയ്യാം, എഡിറ്റ് ചെയ്യാം, നമ്മുടെ വീഡിയോസിനെ ഡിലീറ്റ് ചെയ്യാം. ഇങ്ങനെയുള്ള എല്ലാ പവേഴ്സും ആ നമ്മൾ കൊടുക്കുന്ന മാനേജറാണെങ്കിൽ മാനേജറിൻ്റേതായിട്ടുള്ള ആ ഒരു പവേഴ്സ് എല്ലാം കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഓണറാണെങ്കിൽ ഫുള്ളായിട്ട് നമ്മുടെ ചാനലിനെ ആക്സസ് ചെയ്യാനുള്ള ആ ഒരു പെർമിഷൻ അവർക്കത് കിട്ടുന്നതാണ്. ഇനി നമുക്കെങ്ങനെ നമ്മുടെ യൂട്യൂബ് ബ്രാൻഡ് ചാനലിൻ്റെ പ്രൈമറി ഓണർഷിപ്പ് മറ്റുള്ളവരിലേക്ക് ചേഞ്ച് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് പ്രൈമറി ഓണർഷിപ്പ് എന്ന് പറയുന്നത് ഒരാൾ മാത്രമേ കാണുകയുള്ളൂ. ഓണേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ജിമെയിൽ ഐ ഡികൾ കൊടുത്തുകൊണ്ട് നമുക്ക് ഒന്നിൽ കൂടുതൽ ഓണേഴ്സിനെ കൊണ്ടുവരാം. അതുപോലെ തന്നെ മാനേജേഴ്സിനെ നമുക്ക് നമ്മുടെ ചാനലിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. ഇനി ഞാൻ പ്രൈമറി ഓണർഷിപ്പ് മൊബൈലിൽ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് നോക്കാം. ഇതും സെയിം രീതി തന്നെയാണ്. നമ്മൾ ഏതെങ്കിലും ഒരു വെബ് ബ്രൗസറിൽ നേരത്തെ പോലെ ആ ഒരു പ്രോസസ്സിലൂടെ നമ്മൾ ഈ ഒരു ആഡ് ഓർ റിമൂവ് മാനേജേഴ്സ് എന്ന് പറയുന്ന ഇതിൽ കൂടെ നമ്മൾ മാനേജേഴ്സ് എന്ന് പറയുന്ന ആ ഒരു വെബ് പേജിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. അതിനുശേഷം ഇവിടെ ഞാൻ ഓണർഷിപ്പ് ഇവിടെ ചേഞ്ച് ചെയ്യാൻ നോക്കുകയാണ്. ഇതെൻ്റെ വേറൊരു പ്രൈമറി ചാനലാണ്. ഇവിടെ നമ്മൾ ചേഞ്ച് ചെയ്യാൻ നോക്കുമ്പോൾ ഇവിടെ ട്രാൻസ്ഫർ കൊടുക്കുമ്പോൾ ഇവിടെ ഒരു മെസ്സേജ് ഇവിടെ വന്നിട്ടുള്ളതായിട്ട് കാണാം. ഇവിടെ നമ്മൾ പുതുതായിട്ട് ആരിലേക്കാണോ ട്രാൻസ്ഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ ജിമെയിൽ ഐ ഡി നമ്മൾ കൊടുക്കുമ്പോൾ മിനിമം അവർ നമ്മുടെ ചാനലിൽ 7 days എങ്കിലും നമ്മുടെ ചാനലിലെ മാനേജറോ ഓണറോ ആയിരുന്നാൽ മാത്രമേ നമുക്ക് അവരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അത് പ്രത്യേകം നോട്ട് ചെയ്യുക. നമുക്ക് 7 days കൂടുതലായിട്ട് ഞാൻ ഉപയോഗിച്ചിരുന്ന ഒരു ബ്രാൻഡ് ചാനലിനെ ആ ഒരു ഇതിൽ തന്നെ ഉള്ള ഒരു മെയിൽ ഐ ഡിയെ ഞാൻ ഓണർഷിപ്പ് പ്രൈമറി ഓണർഷിപ്പ് ചേഞ്ച് ചെയ്ത് ഇവിടെ കാണിച്ചു തരാം. അതിനായിട്ട് വീണ്ടും വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്യുന്നു. നിങ്ങൾക്ക് കാണാം യു എന്ന് കൊടുത്തിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ഫോർ യു, അതാണ് പ്രൈമറി ഓണറായിട്ടുള്ള ചാനൽ. ഞാനത്
പ്രൈമറി ഓണർ ചാനൽ ഞാൻ ഇവിടെ ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇപ്പം പുതുതായിട്ട് ഫയാസ് ഷാൻ എന്ന് പറയുന്ന ആൾ പ്രൈമറി ഓണറായിട്ട് മാറി. നമുക്ക് എങ്ങനെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇതുപോലെ സ്വിച്ച് ചെയ്തുകൊണ്ട് പ്രൈമറി ഓണർഷിപ്പ് 7 ഡേയ്സ് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇനി ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് പാർട്ടായിട്ട് ഈ ഒരു ബ്രാൻഡ് അക്കൗണ്ടും പേഴ്സണൽ അക്കൗണ്ടിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു വീഡിയോ കാണുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർ കൂടി ഉപകാരപ്രദമാകുവാൻ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക് യു, ബൈ.